നിഫ്റ്റി എക്സ്പയറിയുടെ ഒരു ട്രേഡ് എടുത്തത് 23,600 to 650 ആ ഒരു റേഞ്ച്. ഡെയിലി, വീക്ക്ലി, മന്ത്ലി വരെ ക്ലോസുകളുടെ ഒരു ക്രൂഷ്യൽ ഏരിയ ആയിരുന്നു. അതിൻ്റെ താഴെ വന്നിട്ട് തിരിച്ച് കയറി അതിൻ്റെ താഴെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു ട്രേഡ് എടുത്തു. അത് 23,650 ആണ്. ജസ്റ്റ് 1 സ്ട്രൈക്ക് OTM ആണ്. അത് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു റാലി, ഒരു ഷോർട്ട് കവറിങ് കിട്ടി. അത് 23,900 അവർലി ഒരു ക്ലോസും അതിൻ്റെ മേളിൽ 24,000 ഒരു ഡെയിലിയും അവർലിയും ക്ലോസുമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയ ചെറിയൊരു റെഡ് ക്യാൻഡിൽ വന്നപ്പം എക്സിറ്റായി. കാരണം റിവേഴ്സ് വരുമെന്ന് അറിയാത്തത് കൊണ്ട്. അപ്പോൾ ഇതിൽ പോവുകയാണെങ്കിൽ 56.6 നമ്മൾ മേടിച്ച 23,650 കോള് നമുക്ക് 285 ബുക്ക് ചെയ്യാൻ പറ്റി. അതാണ് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ 1 hour റെസിസ്റ്റൻസിൻ്റെ അവിടെ നിന്ന് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കാണിച്ചപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ടാർഗറ്റ് 374 വരെ വെച്ചിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്തപ്പം 285 അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത സമയത്ത് ഞാനത് 285 എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ 56.6 ആ ഒരു റേഞ്ചിൽ നമ്മൾ മേടിച്ചത് 120 ആ ഒരു സമയത്ത് മേടിച്ചത് റൈഡ് ചെയ്യാൻ പറ്റിയ. അത് ബേസിക്കലി നമ്മൾ 1 ലോട്ടിലും അതുപോലെ തന്നെ ലെവൽസ് നോക്കി മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ ഇടയിലും ഇന്നിങ്ങനെ ഒരു ഷോർട്ട് കവറിങ് വന്നതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഇത് കിട്ടി. എന്നും കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് 1 ലോട്ടിലായതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഇതിൽ നമുക്ക് റൈഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യാതെ നമുക്ക് ഇതിൽ റൈഡ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ഞാനിവിടെ മേളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ ഞാൻ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുന്നതും ട്രേഡിൻ്റെ ഒരു സെറ്റപ്പും ഇത് കാണും. ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു ട്രേഡ് നമുക്കിന്നൊരു പ്രോഫിറ്റ് കിട്ടി, നല്ലൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയിട്ട് കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്ത് അന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ അക്കൗണ്ട് പ്രൊഫൈലിൽ പോയിട്ട് നമ്മൾ NSE BSE FNO പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓവർ ട്രേഡ് ചെയ്ത് നഷ്ടം വരുന്നത് നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.